ഡിവൈഎഫ്ഐ നാടിനെങ്ങനെ തണൽ മരമാകുന്നു എന്നതിനെക്കുറിച്ച് മറ്റൊരു ഉദാഹരണം എത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ പൈമറ്റം മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ വാളാച്ചിറയിലുള്ള സംഘടനയുടെ പ്രവർത്തകർ നടത്തിയിരിക്കുന്ന മാതൃകാപരമായ ഇടപെടൽ. പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കാൻ നേരത്തെ വാളാച്ചിറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു ആംബുലൻസ് മേടിച്ചിരുന്നു. ഒമിനി വാഹനത്തിലുള്ള ആംബുലൻസ്. കുഞ്ഞു വാഹനമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്ന കാര്യത്തിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വർക്ക്ഷോപ്പിലാവുകയും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഒരു പുതിയ ആംബുലൻസ് എന്ന ആശയം അവർ മുന്നോട്ട് വെച്ചത്. കാര്യം, സേവന പ്രവർത്തനങ്ങൾ എല്ലാത്തരം മനുഷ്യർക്കും ചെയ്യാൻ പറ്റണമല്ലോ. കിടപ്പ് രോഗികൾക്കുൾപ്പെടെ നട്ടലിന് പരിക്കേറ്റവരെയൊക്കെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറച്ചുകൂടി സൗകര്യപ്രദമായ ആംബുലൻസ് വാങ്ങിക്കാമെന്നൊരു ആശയത്തിലേക്ക് അവരെത്തി. ഇറങ്ങി പുറപ്പെട്ടു. നാടൊന്നടങ്കം അവരോടൊപ്പം നിന്നു. അങ്ങനെ ആ സ്വപ്നം അവർ യാഥാർത്ഥ്യമാക്കിയതിനെക്കുറിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃനിരയിലുള്ള സഖാവിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ 8 വർഷക്കാലമായി വാളാച്ചിറയിലും പ്രത്യേകിച്ച് പല്ലാരിമംഗലം പഞ്ചായത്ത്, കവളങ്ങാട് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിലും സേവനം നൽകിക്കൊണ്ടിരുന്ന ഡിവൈഎഫ്ഐയുടെ വാളാച്ചിറ യൂണിറ്റിൻ്റെ ആംബുലൻസ് കാലപ്പഴക്കം കൊണ്ട് നമ്മൾ മാറ്റി വാങ്ങി പുതിയ ആംബുലൻസ് വാങ്ങിയതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച 27-ാം തീയതി രാവിലെ 10 മണിക്ക് കോതമംഗലത്തിൻ്റെ ബഹുമാന്യായ MLA ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ച ഈ 2 ആംബുലൻസ് വാങ്ങുന്നതിനും ഈ നാട്ടുകാരിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നും സഹായം തേടിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ കരുണീയമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ 8 വർഷം ഞങ്ങൾ കാഴ്ചവെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ ആംബുലൻസ് വാങ്ങുന്നതിലേക്ക് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഒപ്പം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ആശംസിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയല്ല. ഇത്തരം കാര്യങ്ങൾ വാർത്തയാക്കിയിട്ട് വലിയ കാര്യമില്ല. ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്ക് വല്ലാത്ത സൽപ്പേരുണ്ടാകുമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കണം. അല്ലെങ്കിൽ അതിനൊന്നും അവരുടെ കാഴ്ചപ്പാടിൽ വാർത്താ മൂല്യമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ച് അത് നാട്ടിൽ മറ്റുള്ളവർക്ക് പ്രചോദനം വല്ല ആവുകയും ആ മേഖലയിലെ ഡിവൈഎഫ്ഐക്ക് പേരും പെരുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുമായി കൂട്ടുകൃഷി നടത്തുന്നവർക്ക് വല്ലാത്ത തിരിച്ചടിയാകുമല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഒളിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ ചെയ്ത പ്രവർത്തനത്തെ നാട്ടുകാരെ അറിയിക്കാൻ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അവർ ഒരു പരിശ്രമം നടത്തിയ വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചത്. പോരായ്മകൾ ഉണ്ടാകും. എന്നിരുന്നാലും അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നാടറിയണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ മറ്റേത് യുവജന സംഘടനകൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനൊക്കെ ആര് മുതിരാറുണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ. ചില കരിങ്കൊടി പ്രയോഗങ്ങളൊക്കെ നടത്തി മാധ്യമങ്ങളിലൂടെ ക്യാമറ ഫോട്ടോഷൂട്ട് നടത്തി പേരെടുക്കാൻ പരിശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ് ആ ആംബുലൻസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. അവർ ആഗ്രഹിച്ചതുപോലെ നാടൊരുമിച്ച് അവർക്കൊപ്പം നിന്നു. ആ നാടിന് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ മികച്ചൊരു ആംബുലൻസ് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ചാരിതാർത്ഥ്യമാണ് പങ്കുവെച്ചത്. അതിലൂടെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഗുണമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ചിന്തയുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏത് യുവജന സംഘടന ഡിവൈഎഫ്ഐ അല്ലാതെ ഈ നാട്ടിലുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അവിടെയാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടന നിങ്ങളുടെ മുന്നിൽ പൊതിച്ചോറാകുന്നത്, സേവനങ്ങളാകുന്നത്, രക്തദാനത്തിന് വേണ്ടിയുള്ള വ്യക്തികളാകുന്നത്. അങ്ങനെ പല മാനുഷിക സേവനങ്ങൾക്ക് അവർ സേവന തൽപരരാണ്. അവർ ചെയ്ത ഈ പ്രവർത്തനവും നാട് അറിയേണ്ടതുണ്ട്.